മാമോദീസ എന്ന കൂദാശയെക്കുറിച്ചുള്ള ഈ പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും പ്രത്യേകമായ സ്വാഗതം. ക്രിസ്തീയ ജീവിതം ഒരു കൗദാശിക മുന്നേറ്റമാണ്. അത് ഒരു കൂദാശയോടു കൂടിയാണ് ആരംഭിക്കുന്നത്. കൂദാശകളാൽ അടിസ്ഥിതമായ ഒരു ആധ്യാത്മികതയാണ് ഈ ക്രൈസ്തവ ജീവിതത്തിന് നൽകപ്പെട്ടിട്ടുള്ളത്. പൗരസ്ത്യ സഭയിൽ മാമോദീസ, മുറോൻ അഭിഷേകം, വിശുദ്ധ കുർബാന എന്നീ കൂദാശകൾ പ്രാരംഭ കൂദാശകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ പ്രാരംഭ കൂദാശകൾ ക്രിസ്തീയ ജീവിതത്തിലേക്കുള്ള വാതായനങ്ങൾ തുറന്നു കൊടുക്കുന്നു. അന്ത്യോക്യൻ ആരാധനക്രമപ്രകാരം ഈ പ്രാരംഭ കൂദാശകൾ വഴി ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിൻ്റെ സ്വന്തമാകുന്നു, സഭയുടെ അംഗമാകുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിന് അർഹനാകുകയും ചെയ്യുന്നു. മാമോദീസായിലൂടെ ഒരു വ്യക്തി ക്രിസ്തുവിൻ്റെ സ്വന്തമാകുകയാണ്. അഭിഷേകത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിനും സഭയുടെ ഔദ്യോഗികമായ അംഗത്വ സ്വീകരണത്തിനും കാരണമാകുന്നു. അതിനുശേഷം പറുദീസായിലേക്കുള്ള പുനഃപ്രവേശനം വഴി ജീവവൃക്ഷത്തിൻ്റെ ഫലമായ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. വിശുദ്ധ മാമോദീസായെക്കുറിച്ചുള്ള തിരുവചന പാരമ്പര്യവും ആരാധന ദൈവശാസ്ത്രവുമാണ് ഈ ക്ലാസ്സിൽ പ്രത്യേകമായി നാം കാണുന്നത്. മാമോദീസ എന്ന നാമവും അർത്ഥവും. മാമോദീസ എന്ന പദം ഒരു സുറിയാനി പദമാണ്. കഴുകൽ, സ്നാനം എന്നിങ്ങനെ ഈ വാക്ക് അർത്ഥമാക്കുന്നു. പാപവിമോചനം എന്ന പ്രക്രിയ ഇവിടെ സംഭവ്യമാകുന്നു. മാമോദീസായുടെ ആംഗല ഭാഷാ പദം ബാപ്റ്റിസം എന്നതാണ്. ബാപ്റ്റീസോ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് ഇത് കടന്നുവരുന്നത്. ഈ പദത്തിൻ്റെ അർത്ഥം മുക്കുക അഥവാ വെള്ളത്തിൽ ആഴ്ത്തുക എന്നിങ്ങനെയാണ്. ജ്ഞാനസ്നാനം എന്നൊരു പ്രയോഗവും ഈ കൂദാശയ്ക്ക് നൽകപ്പെടുന്നുണ്ട്. ജ്ഞാനം, സ്നാനം എന്നീ വാക്കുകളുടെ സംയോജനം ജ്ഞാനത്തിനായുള്ള കുളി അഥവാ ദൈവിക അറിവ് പ്രകാശിപ്പിക്കുന്ന കർമ്മം എന്നിങ്ങനെ അർത്ഥമാക്കുന്നു. മാമോദീസായിലെ ആത്മീയ പരിവർത്തനത്തിൻ്റെ ആവിഷ്കരണമായി ഇത് അവതരിപ്പിക്കുന്നു. അത് രക്ഷയുടെ ജ്ഞാനമാണ്. മാമോദീസ എന്ന കൂദാശയ്ക്ക് പ്രകാശീകരണം എന്ന അർത്ഥമുള്ള മനുഹറാനൂത്തോ എന്ന സെമിറ്റിക് പ്രയോഗവും നൽകപ്പെടുന്നുണ്ട്. നാഹർ എന്ന അടിസ്ഥാന പദം സൂചിപ്പിക്കുന്നത് പ്രകാശമായിരിക്കുക, പ്രകാശം നൽകുക, പ്രകാശിതമായിരിക്കുക എന്നിങ്ങനെയാണ്. മാമോദീസായിലൂടെ പ്രകാശീകരണത്തിൻ്റെ ആരംഭം ഒരു ക്രിസ്ത്യാനി കുറിക്കുകയാണ്. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് തിരിഞ്ഞ് ക്രിസ്തുവിനെ ഏറ്റുപറയുന്ന ഈ ശുശ്രൂഷയിൽ ഈ പ്രകാശീകരണ പ്രക്രിയയാണ് സൂചിപ്പിക്കുന്നത്. പരിശുദ്ധ തൃത്വത്തിൻ്റെ പ്രകാശം ലഭിക്കുന്നത് വഴി സൂര്യനെ പോലെ തിളങ്ങിടുവാനും ദൈവരാജ്യത്തിൽ നീതിമാന്റെ ജീവിതക്രമം പ്രാപിക്കുവാനും സഹായിക്കുന്നു. മാമോദീസായിക്ക് മൗലാദോ എന്ന ഒരു സുറിയാനി പദവും വിശേഷണമായി നൽകുന്നുണ്ട്. എൽദ് എന്ന പദത്തിൽ നിന്നുമാണ് ഇത് കടന്നു വരുന്നത്. ജന്മം കൊടുക്കുക, സൃഷ്ടിയാവുക എന്നിങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം. മാമോദീസ എന്ന കൂദാശയാൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു പുതിയ ജീവിത അവസ്ഥയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പരിവർത്തനം അഥവാ രൂപാന്തരീകരണമാണ് ഇവിടെ സംഭവിക്കുന്നത്. ജലത്താലും ആത്മാവിനാലും സംഭവ്യമാകുന്ന പുനർജനനമാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആദ്യ ജന്മം മാതാപിതാക്കളായ രണ്ട് വ്യക്തികളിൽ നിന്നെന്നതുപോലെ ഈ പുനർജന്മം രണ്ട് അടയാളങ്ങളിലൂടെ ജലത്താലും ആത്മാവിനാലും സംഭവ്യമാകുന്നു. ദൈവമകൻ അഥവാ മകൾ എന്ന അവസ്ഥയിലേക്ക് മാമോദീസായിലൂടെ വ്യക്തി കടന്നുവരുന്നു. മാമോദീസ ജലവും മാമോദീസ തൊട്ടിയും ആത്മീയ ഗർഭപാത്രമായി നിലകൊള്ളുന്നു. നവീകരണം അഥവാ നവസൃഷ്ടികർമ്മമാണ് ഇവിടെ സംഭവിക്കുന്നത്. പാപത്തിൽ വീണുപോയ മനുഷ്യൻ്റെ പുനഃസൃഷ്ടി കർമ്മമാണ് ഇവിടെ അനുഷ്ഠാനമായിരിക്കുന്നത്. മാമോദീസായിക്ക് ഷുംലോയോ എന്ന സുറിയാനി പ്രയോഗവും പിതാക്കന്മാർ നൽകുന്നുണ്ട്. പൂർണ്ണത അഥവാ വിശുദ്ധീകരണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ദൈവഭവനത്തിലെ അംഗങ്ങളാകുന്നത് വഴി ഒരു വ്യക്തി പൂർണ്ണതയിലേക്കും വിശുദ്ധിയിലേക്കും നടന്ന് അടുക്കുകയാണ്. മാമോദീസ എന്ന കൂദാശയുടെ ബൈബിൾ അടിസ്ഥാനം. പ്രാരംഭ കൂദാശകളിൽ ആദ്യത്തേതായ വിശുദ്ധ മാമോദീസായെക്കുറിച്ചാണ് പുതിയ നിയമത്തിലെ ഏറ്റവും കൂടുതൽ പരാമർശങ്ങൾ ഉള്ളത്. പാപമോചനത്തിനായുള്ള ശുദ്ധീകരണ കർമ്മത്തെ പഴയ നിയമം വളരെ പ്രാധാന്യത്തോടുകൂടി അവതരിപ്പിക്കുന്നുണ്ട്.
ഏശയ്യ 1:16-17 വാക്യങ്ങളും ജെറമിയ 4:14 എസെക്കിയേൽ 36:25 പാപാവസ്ഥയിൽ നിന്നുള്ള വിശുദ്ധീകരണവും ധാർമ്മിക ശുദ്ധിയും ജലത്താലുള്ള സ്നാനവും വ്യക്തമാക്കുന്നുണ്ട്. സംഖ്യാപുസ്തകം 19 അധ്യായം 2 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പാപമോചനത്തിനുള്ള ശുദ്ധീകരണത്തിന് ജലം ഉപയോഗിക്കുന്നതായി കാണപ്പെടുന്നു. സക്കറിയ 13:1 പാപവിമോചനത്തിന് ജലം കാര്യക്ഷമമാണെന്ന് പ്രവാചകൻ അവതരിപ്പിക്കുന്നു. ശുദ്ധീകരണം പരിശുദ്ധാത്മാവിൻ്റെ ദാനമായി എസെക്കിയേൽ 36 അധ്യായം 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ സൂചിപ്പിക്കുന്നു. യേശുവിൻ്റെ കാലത്തും ഈ സ്നാനം നിലനിന്നിരുന്നു എന്നതിന് സൂചനകളുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 2 അധ്യായം 6 വാക്യത്തിൽ ശുദ്ധീകരണത്തിനുള്ള കൽഭരണികളെക്കുറിച്ച് പരാമർശമുണ്ട്. ഒരാളെ യഹൂദ മതത്തിലേക്ക് മതപരിവർത്തനം നടത്തിയപ്പോൾ സ്നാനപ്പെടുത്തുന്നതായി മത്തായി ശ്ലീഹായുടെ സുവിശേഷം 23 അധ്യായം 15 നാം വായിക്കുന്നുണ്ട്. പുതിയ നിയമത്തിൽ 3 രീതിയിലുള്ള മാമോദിസ കാണുന്നുണ്ട്. ഒന്ന്, യോഹന്നാൻ സ്നാപകന്റെ മാമോദിസ. മർക്കോസിന്റെ സുവിശേഷം 1 അധ്യായം 4 വാക്യത്തിൽ അത് വ്യക്തമാക്കുന്നു. മാനസാന്തരത്തിനും പാപമോചനത്തിനുമുള്ള ഒരു ശുദ്ധീകരണ പ്രക്രിയയായിരുന്നു. എന്നാൽ കൗദാശികമായ മാറ്റമൊന്നും അത് അവകാശപ്പെടുന്നില്ല. അത് ജലം കൊണ്ടുള്ള സ്നാനം മാത്രമായിരുന്നു. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ അനുതാപത്തിൻ്റെ മാമോദിസ ആയിരുന്നു. 2, യേശു സ്വീകരിച്ച മാമോദിസ. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 3 അധ്യായം 14 വാക്യത്തിൽ നാം കാണുന്നു, ദൈവഹിതത്തിന് തന്നെ വിധേയപ്പെടുത്തുന്ന യേശു ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന കുഞ്ഞാടായി ലോകത്തിൻ്റെ പാപം ഏറ്റെടുക്കുന്നു. യോഹന്നാനിൽ നിന്നും സ്വീകരിച്ച ജലത്താലുള്ള മാമോദിസ യേശു സ്വീകരിക്കുവാനിരുന്ന രക്തത്താലുള്ള മാമോദിസായുടെ ഒരുക്കവും ആരംഭവും ആയിരുന്നു. ഇത് ലൂക്കോസ് 12 അധ്യായം 50 വാക്യത്തിൽ നാം കാണുന്നു. ഈശോയുടെ പരസ്യ ജീവിതം 2 മാമോദിസാകൾക്ക് മധ്യയാണ്. ജോർദാനിലെ മാമോദിസായും ക്രൂശീകരണ വേളയിൽ പാർശ്വത്തിൽ നിന്നൊഴുകിയ രക്തവും വെള്ളവും സൂചിപ്പിക്കുന്ന മാമോദിസായും. പാപമോചനത്തിനായുള്ള മാമോദിസ ആയിരുന്നില്ല യേശു തമ്പുരാൻ സ്വീകരിച്ചത്. അതൊരു ദൈവിക വെളിപാടായിരുന്നു, ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നു. ദൈവരാജ്യത്തിൻ്റെ അഭിഷിക്തനായി സ്വർഗം ഭരമേൽപ്പിക്കപ്പെട്ട ദൗത്യം യേശു തമ്പുരാൻ വെളിപ്പെടുത്തുവാനാണ് ഈ മാമോദിസ സ്വീകരിച്ചത്. അവിടെ തുറക്കപ്പെട്ട സ്വർഗവും സ്വർഗത്തിൻ്റെ വെളിപാടും പരിശുദ്ധ സാക്ഷ്യവും നമുക്ക് കാണുവാൻ സാധിക്കും. 3, ക്രൈസ്തവ സഭ സ്വീകരിച്ച മാമോദിസ. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 3 അധ്യായം 11 ആത്മാവിനാലും അഗ്നിയാലുമുള്ള മാമോദിസായെപ്പറ്റി പറയുന്നുണ്ട്. ഇവിടെ ആത്മാവെന്നത് ഉദ്ധിതൻ്റെ സമ്മാനമാണ്. അഗ്നി നീതിവിധിയെയും സൂചിപ്പിക്കുന്നു. ആത്മാവിനാലും അഗ്നിയാലുമുള്ള മാമോദിസായുടെ ഏറ്റവും വലിയ പ്രകാശനം നാം കാണുന്നത് പെന്തക്കോസ്ത തിരുനാളിലാണ്. ഇത് സഭയുടെ മാമോദിസായി അറിയപ്പെടുന്നു. ഇവിടെ സഭ ആവശ്യപ്പെടുന്ന മാമോദിസ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2 അധ്യായം 38 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. സഭയുടെ ആദ്യത്തെ അപ്പോസ്തോലിക പ്രഘോഷണമായിരുന്നു അത്. അതിൽ തന്നെ മാമോദിസായുടെ ആവശ്യകത വിശുദ്ധ പത്രോസ് വ്യക്തമാക്കുന്നുണ്ട്. ജലത്തിൽ മുങ്ങിയാണ് സാധാരണയായി മാമോദിസ നടത്തുക എന്ന് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8 അധ്യായം 38 വാക്യത്തിൽ നാം കാണുന്നുണ്ട്. എന്നാൽ 2-ാം നൂറ്റാണ്ടിലെ 12 അപ്പോസ്തലന്മാരുടെ പ്രബോധനങ്ങളിലും ചിലപ്പോൾ തലയിൽ വെള്ളമൊഴിച്ച് ഈ കർമ്മം ആഘോഷിച്ചതായി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതിനെ തുടർന്ന് പരിശുദ്ധാത്മാവിൻ്റെ ദാനം ലഭിക്കുവാൻ കൈവെപ്പ് ശുശ്രൂഷ നൽകുന്നതായി അപ്പോസ്തല പ്രവർത്തനങ്ങൾ 8 അധ്യായം 15 വാക്യത്തിലും 19 അധ്യായം 6 നാം കാണുന്നുണ്ട്. മാമോദിസായെക്കുറിച്ചുള്ള വ്യാഖ്യാനം പഴയ നിയമ പശ്ചാത്തലത്തിൽ പുതിയ നിയമം വ്യക്തമാക്കുന്നുണ്ട്. ചെങ്കടലിൽ കൂടെയുള്ള യാത്രയും മരുഭൂമിയിലെ മന്നായും പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തമാക്കുന്നു. നോഹയുടെ കാലത്തെ വെള്ളപ്പൊക്കത്തിൽ നിന്നും ജലപേടകത്തിലൂടെ രക്ഷപ്പെട്ട കർമ്മമായും മാമോദിസായെ വിശുദ്ധ പത്രോസ് തന്നെ 1-ാം ലേഖനം 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ വ്യക്തമാക്കുന്നു.
യേശുവിൻ്റെ മരണ ഉത്ഥാനത്തിലുള്ള പങ്കുചേരലായി തിരുവചനം അവതരിപ്പിക്കുന്നുണ്ട്. ഇത് റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വ്യക്തമാക്കുന്നു. ആദിമസഭയിൽ ദുഃഖശനിയാഴ്ച ദിവസം ഈ കർമ്മം നിർവഹിച്ചതായി സാക്ഷ്യപ്പെടുത്തുന്നു. കാരണം മാമോദിസ പുനർജന്മമാണ്, അതിലേക്കുള്ള വാതായനം തുറക്കപ്പെടലാണ്. സഭ എന്തുകൊണ്ട് ശിശുസ്നാനം നൽകുന്നു? ശിശുസ്നാനം ബൈബിൾ അധിഷ്ഠിതമാണ്. ദൈവശാസ്ത്രപരമായി അതിന് അടിസ്ഥാനവുമുണ്ട്. തിരുവചനത്തിലെ ചില ഭാഗങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഇതിനെ നമുക്ക് ന്യായീകരിക്കാവുന്നതാണ്. ഒന്നാമതായി, കുടുംബസമേതം ഒന്നടങ്കം സ്നാനമേൽക്കുന്നതായി നാം കാണുന്നുണ്ട്. ഗ്രീക്ക് ഭാഷയിലെ ഓയിക്കോസ് എന്ന പദം അത് വ്യക്തമാക്കുന്നു. പുതിയ നിയമത്തിൽ അപ്പോസ്തലന്മാർ വീടുകളിലുള്ള എല്ലാവരെയും സ്നാനപ്പെടുത്തുന്നതായി നാം കാണുന്നുണ്ട്. ഒരു കുടുംബം എന്ന് പറയുമ്പോൾ അതിൽ കുട്ടികളും ഉൾപ്പെടുമെന്ന് വ്യക്തമാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16-ാം അധ്യായം 15-ാം വാക്യത്തിൽ ലുദിയായുടെ കുടുംബവും 16-ാം അധ്യായം 33-ാം വാക്യത്തിൽ കാരാഗ്രഹ പ്രമാണിയുടെ കുടുംബവും സ്നാനം സ്വീകരിക്കുന്നതായി നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ 1 കൊരിന്ത്യോസ് 1:16 സ്തേഫാനോസിൻ്റെ കുടുംബവും സ്നാനം സ്വീകരിക്കുന്നതായി നാം കാണുന്നു. 2, പരിച്ഛേദനവും മാമോദീസായും തമ്മിലുള്ള ബന്ധം. പഴയ നിയമത്തിൽ 8-ാം ദിവസം കുഞ്ഞുങ്ങളെ പരിച്ഛേദനത്തിലൂടെ ദൈവജനത്തിൻ്റെ ഭാഗമാക്കിയിരുന്നു. പുതിയ നിയമത്തിൽ ഇതിന് പകരമായി പൗലോസ് അപ്പോസ്തലൻ തന്നെ മാമോദീസായെ അവതരിപ്പിക്കുന്നു. കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ അത് വ്യക്തമാക്കുന്നു. ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയായ മാമോദീസായിലൂടെ നാം അവനോടൊപ്പം അടക്കപ്പെടുകയും ഉയർപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. പരിച്ഛേദന ശിശുക്കൾക്ക് നൽകിയിരുന്നതുപോലെ പുതിയ ഉടമ്പടിയുടെ അടയാളമായ മാമോദീസായും ശിശുക്കൾക്ക് നൽകപ്പെടുന്നു. 3, യേശു ശിശുക്കളെ അനുഗ്രഹിക്കുന്നതായി സുവിശേഷം അവതരിപ്പിക്കുന്നുണ്ട്. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 19-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടയരുത്, സ്വർഗരാജ്യം അവരെ പോലെ ഉള്ളവരുടേതാണല്ലോ. ദൈവരാജ്യം ശിശുക്കൾക്കും അവകാശപ്പെട്ടതെങ്കിൽ അതിലേക്കുള്ള പ്രവേശന കവാടമായ മാമോദീസ അവർക്ക് നിഷേധിക്കുവാൻ സഭയ്ക്ക് കഴിയില്ല. മറ്റൊരാശയം, രക്ഷ എന്ന് പറയുന്നത് എല്ലാവർക്കും അർഹതപ്പെട്ടതാണ്. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 12-ൽ നാം വായിക്കുന്നു: ഒരാളിൽ നിന്നും പാപം ലോകത്തിൽ പ്രവേശിച്ചു. എല്ലാവർക്കും ആദിപാപം ഉള്ളതിനാൽ എല്ലാവർക്കും, കുഞ്ഞുങ്ങൾക്കും അതിൽ നിന്നും മോചനം ലഭിക്കുവാൻ കൃപ ആവശ്യമാണ്. അതാണ് വിശുദ്ധ മാമോദീസ. അടുത്തതായി നാം കാണുന്നത് മാമോദീസ എന്ന് പറയുന്നത് സഭയുടെ വിശ്വാസവും വിശ്വാസ പ്രഖ്യാപനവുമാണ്. അവിടെ സമൂഹത്തിന് ഒരു വലിയ പങ്കുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ 4 പേർ കൂടി ഒരു തളർവാദ രോഗിയെ കൊണ്ടുവരുന്നു. അവരുടെ വിശ്വാസം കണ്ടിട്ടാണ് ക്രിസ്തു ആ രോഗിയെ സുഖപ്പെടുത്തുന്നത്. അതുപോലെ കുഞ്ഞ് മാതാപിതാക്കളുടെയും സഭയുടെയും വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ മാമോദീസ സ്വീകരിക്കുന്നു. രക്ഷ എന്ന് പറയുന്നത് പ്രായത്തോട് ബന്ധിപ്പിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. നീ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം എന്ന് പറയുമ്പോൾ അവിടെ പ്രായത്തെക്കുറിച്ച് യാതൊരു വ്യവസ്ഥയും നാം കാണുന്നില്ല. മേൽപ്പറഞ്ഞ കാരണങ്ങളുടെ വെളിച്ചത്തിൽ തന്നെ സഭ ആദ്യകാലഘട്ടം മുതൽ തന്നെ ഈ ശിശുസ്നാനം നൽകുന്നു. അത് ചരിത്രം സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. മാമോദീസായിൽ അനിവാര്യമായ ഘടകങ്ങളെക്കുറിച്ച് സഭാ നിയമം വ്യക്തമാക്കുന്നുണ്ട്. ഒന്നാമതായി, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആയിരിക്കണം. അവിടെ സ്വാഭാവിക ജലം ഉണ്ടാവണം. അതിൽ 3 പ്രാവശ്യം മുക്കിയോ ജലമൊഴിച്ചോ കൊണ്ടായിരിക്കണം ഈ കർമ്മം അനുഷ്ഠിക്കേണ്ടത്. രണ്ടാമതായി, അന്ത്യോക്യൻ പാരമ്പര്യപ്രകാരം പുരോഹിതനായിരിക്കണം ഇവിടുത്തെ കാർമ്മികൻ. മൂന്നാമതായി, പരികർമ്മം ചെയ്യുന്ന സ്ഥലം ദേവാലയമാണ്. 4, മാമോദീസായ്ക്ക് ഒരുക്കുന്നതിനും വിശ്വാസ വളർച്ചയെ സഹായിക്കുന്നതിനുമായി ഒരു തലതൊട്ടപ്പൻ അല്ലെങ്കിൽ തലതൊട്ടമ്മ ഉണ്ടായിരിക്കണം. 5, മാമോദീസ സ്വീകരിച്ച വ്യക്തിയുടെ പേര് വിവരം രേഖപ്പെടുത്തുന്ന രജിസ്റ്ററും ഉണ്ടായിരിക്കണം. മാമോദീസായുടെ ശുശ്രൂഷാക്രമം. ഇന്ന് നാം ഉപയോഗിക്കുന്ന മാമോദീസ ക്രമം അന്ത്യോക്യയിലെ പാത്രികീസായിരുന്ന സേവേറിയോസിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്.
ഇതിൻ്റെ മാനുസ്ക്രിപ്റ്റുകളെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ വെളിച്ചത്തിൽ ഈ ആരാധന ആദ്യമായി ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ടു. പിന്നീട് എദേസായിലെ യാക്കോബ് സുറിയാനി ഭാഷയിലേക്ക് ഇത് തർജിമ ചെയ്യുകയും ചെയ്തു. ഇന്ന് നാം ഉപയോഗിക്കുന്ന ക്രമം 14-ാം നൂറ്റാണ്ടിൽ ഗ്രിഗോറിയോസ് മാർ ഹെബ്രയൂസ് തയ്യാറാക്കിയ ശുശ്രൂഷ ക്രമമാണ്. മാമോദീസ എന്ന കൂദാശയുടെ ദൈവശാസ്ത്രം അതിൻ്റെ ആരാധനാക്രമത്തിൽ അധിഷ്ഠിതമാണ്. ഈ ശുശ്രൂഷാക്രമം നിരവധി പ്രക്രിയയിലൂടെ കടന്നുപോയിട്ടുണ്ട്. നിരവധിയായ പ്രാർത്ഥനാക്രമങ്ങളും അനുഷ്ഠാനങ്ങളും കൂട്ടിയോജിപ്പിക്കുകയും പിന്നീട് നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് ആരാധനാ പാരമ്പര്യങ്ങളിൽ നിന്നും പലതും ഈ ആരാധനാക്രമം സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും മറ്റ് ആരാധനാക്രമങ്ങൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പുരോഗതിയിൽ എസൻഷ്യലായിട്ടുള്ള മൗലികമായിട്ടുള്ള ഘടകങ്ങൾ മാറ്റമില്ലാതെ തന്നെ അഭംഗുരം നിലനിർത്തിയിട്ടുണ്ട്. എന്നാൽ അക്സസറീസ് ആയിട്ടുള്ള അനുബന്ധമായിട്ടുള്ള, ഉദാഹരണത്തിന് പല വായനകൾ, വേദവായനകൾ ഒക്കെ മാറ്റത്തിന് വിധേയമാക്കിയിട്ടുണ്ട്. സുറിയാനി പാരമ്പര്യത്തിൽ പ്രത്യേകിച്ച് ഈ മാമോദീസായുടെ ശുശ്രൂഷയിൽ പഴയ നിയമത്തിലെ പല സംഭവങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അത് മാമോദീസായുടെ പ്രതീകങ്ങളായി അവതരിപ്പിക്കുന്നു. ഉദാഹരണത്തിന് നോഹയുടെ പെട്ടകം, ചെങ്കടൽ കടക്കുന്നത്, പഴയ നിയമ ജനതയുടെ പരിച്ഛേദനം, ഇതെല്ലാം തന്നെ മാമോദീസായുടെ നിഴലായി പിതാക്കന്മാർ അവതരിപ്പിക്കുന്നുണ്ട്. മാമോദീസ എന്ന കൂദാശ അത് സ്വീകരിക്കുന്നവർക്ക് നൽകുന്ന നൽവരങ്ങൾ എന്തെല്ലാമാണ്? മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ എന്താണ് മാമോദീസ സ്വീകരിക്കുന്നതിൻ്റെ അനിവാര്യത? ഒന്നാമതായിട്ട് ഇത് ഒരു രണ്ടാം ജനനത്തിന്, സ്പിരിച്വൽ റീബർത്തിന് സഹായിക്കുന്നു. രണ്ടാം ജനനമായിട്ടാണ് പിതാക്കന്മാർ ഈ കൂദാശയെ കാണുന്നത്. വെള്ളത്തിൽ മുങ്ങുന്നത് പഴയ മനുഷ്യൻ്റെ മരണത്തെയും വെള്ളത്തിൽ നിന്ന് ഉയരുന്നത് ക്രിസ്തുവിനോടൊപ്പമുള്ള പുതിയ മനുഷ്യൻ്റെ പുനരുദ്ധാനത്തെയും സൂചിപ്പിക്കുന്നു. ആയതിനാൽ മാമോദീസ തൊട്ടിയെ ഒരേ സമയം കല്ലറയായും ഗർഭപാത്രമായും പിതാക്കന്മാർ വിശേഷിപ്പിക്കുന്നു. രണ്ടാമതായി ദൈവപുത്രത്വം മാമോദീസ സ്വീകരിക്കുന്ന വ്യക്തിക്ക് ലഭിക്കുന്നു. ഈ കൂദാശയിലൂടെ ഒരാൾ ദൈവത്തിൻ്റെ മകനോ മകളോ ആയി ദത്തെടുക്കപ്പെടുന്നു. ആയതിനാലാണ് സുറിയാനി പ്രാർത്ഥനകളിൽ ഇതിനെ പുത്രസ്വീകാരത്തിൻ്റെ കൂദാശ എന്ന് പ്രത്യേകമായിട്ട് വിളിക്കുന്നത്. അതുവഴി വിശ്വാസിക്ക് ദൈവത്തെ അബ്ബ, പിതാവേ എന്ന് വിളിക്കുവാനുള്ള അധികാരവും ലഭിക്കുന്നു. മൂന്നാമതായി ഈ കൂദാശ സ്വീകരിക്കുന്നതിലൂടെ ഈ മകൻ, ഈ മകൾ വെളിച്ചത്തിൻ്റെ ജീവിതക്രമത്തിലേക്ക് കടന്നു വരുന്നു. പ്രകാശീകരണത്തിൻ്റെ ജീവിതക്രമം സ്വീകരിക്കുന്നു. പിതാക്കന്മാർ മാമോദീസായെ റോസോ ദി മനേഹറോനൂത്തോ, ദ സാക്രമെന്റ് ഓഫ് എൻലൈറ്റ്മെന്റ് എന്ന് വിളിക്കുന്നു. ഇത് അജ്ഞതയുടെ ഇരുട്ടിൽ നിന്ന് ദൈവിക പ്രകാശത്തിലേക്കുള്ള പ്രവേശനമാണ്. അതുകൊണ്ടാണ് മാമോദീസായ്ക്ക് ശേഷം വെള്ള വസ്ത്രം ധരിക്കുന്നത്. ഇത് ക്രിസ്തുവാകുന്ന പ്രകാശത്തെ ധരിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. അടുത്തതായി ഒരു മുദ്രയിടൽ സംഭവിക്കുന്നുണ്ട്. മാമോദീസായിൽ വിശുദ്ധ തൈലം ഉപയോഗിച്ചും അല്ലാതെയും മുദ്രയിടുന്നുണ്ട്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തെയും ആ വ്യക്തി ദൈവത്തിൻ്റെ സ്വന്തമാണെന്നുള്ള മുദ്രയും പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ്. ഈ മുദ്ര വിശ്വാസിയെ തിന്മയുടെ ശക്തിയിൽ നിന്ന് സംരക്ഷിക്കുന്ന കവചമായി കരുതപ്പെടുന്നു. മലങ്കര സുറിയാനി മാമോദീസ ക്രമത്തിൽ റൂഷ്മ അഥവാ കുരിശു വരച്ച് മുദ്രയിടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. സുറിയാനിയിൽ റൂഷ്മ എന്ന വാക്കിന് അടയാളം, മുദ്ര അല്ലെങ്കിൽ വര എന്നൊക്കെയാണ് അർത്ഥം. എന്തെല്ലാമാണ് ഈ മുദ്രയുടെ അഥവാ റൂഷ്മയുടെ അർത്ഥങ്ങൾ? ഒന്ന്, ഈ മുദ്ര ഒരു ഉടമസ്ഥ അവകാശത്തിന് ഇടയാക്കുന്നു. ഇറ്റ് ഈസ് എ സീൽ ഓഫ് ഓണർഷിപ്പ്. പുരാതന കാലത്ത് രാജാക്കന്മാർ തങ്ങളുടെ സൈനികർക്കോ കന്നുകാലികൾക്കോ ഒരു പ്രത്യേക മുദ്ര പതിപ്പിക്കുമായിരുന്നു. അതുപോലെ കുരിശു രൂപത്തിൽ ഈ വ്യക്തിയുടെ നെറ്റിയിൽ മുദ്രയിടുമ്പോൾ ആ വ്യക്തി ഇനി മുതൽ ക്രിസ്തുവിൻ്റെ സ്വന്തമാണെന്ന് പ്രഖ്യാപിക്കുന്നു. ഈ ലോകത്തിൻ്റെയോ പിശാചിൻ്റെയോ അധികാരത്തിൽ കീഴിലല്ല, മറിച്ച് സ്വർഗീയ രാജാവിൻ്റെ അധികാരത്തിന് കീഴിലാണ് ഈ വ്യക്തി എന്ന് സൂചിപ്പിക്കുന്നു. രണ്ട്, ഇത് ഒരു ആത്മീയമായ കവചമാണ്, എ സ്പിരിച്വൽ ആർമർ. കുരിശിൻ്റെ അടയാളം ഒരു സംരക്ഷണ മുദ്രയാണ്. ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ വെച്ച് തങ്ങളുടെ കതകുപടികളിൽ രക്തം കൊണ്ട് അടയാളമിട്ടപ്പോൾ സംഹാരദൂതൻ അവരെ വിട്ടൊഴിഞ്ഞു പോയതുപോലെ
മാമോദീസായിലെ ഈ റൂഷ്മ വിശ്വാസിയെ തിന്മയുടെ ശക്തികളിൽ നിന്ന് സംരക്ഷിക്കുന്ന ആത്മീയ കവചമായി മാറുന്നു. നമുക്കറിയാം 3 മുദ്രകൾ നമ്മുടെ പാരമ്പര്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആദ്യത്തെ മുദ്ര തൈലം ഇല്ലാതെയാണ്. സഭയുടെ അംഗമായി കുട്ടിയെ വ്യക്തിയെ സ്വീകരിക്കുന്നു. രണ്ടാമത്തെ മുദ്ര സൈത്ത് എണ്ണ കൊണ്ടാണ്. ഇതിനെ ആനന്ദ തൈലം എന്ന് വിളിക്കുന്നു. ഇതിന് പ്രകാരം ഒരാത്മീയ യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന സൈനികനായി ആ വ്യക്തി അഭിഷേകം ചെയ്യപ്പെടുന്നു. മൂന്നാമതായിട്ട് വിശുദ്ധ മൂറോൻ കൊണ്ടാണ് മുദ്രയിടുന്നത്. മാമോദീസായ്ക്ക് ശേഷം നെറ്റിയിലും ശരീരത്തിലും ഇന്ദ്രിയങ്ങളിലും മുദ്രയിടുന്നു. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തെയും ആ വ്യക്തി ദൈവത്തിൻ്റെ ആലയമായി മാറിയതിനെയും സൂചിപ്പിക്കുന്നു. കുരിശടയാളത്തിലാണ് മുദ്ര നൽകുന്നത്. കുരിശ് എന്നത് ക്രിസ്തുവിൻ്റെ വിജയത്തിൻ്റെ അടയാളമാണ്. നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്നത് നമ്മുടെ ചിന്തകളെയും ബോധത്തെയും ക്രിസ്തുവിനായി സമർപ്പിക്കുന്നു എന്നതിൻ്റെ പ്രതീകമാണ്. നെറ്റിയിൽ കുരിശു വരയ്ക്കുന്നതിനും തൈലാഭിഷേകം നടത്തുന്നതിനും വലിയ ആത്മീക പ്രാധാന്യമുണ്ട്. ഒന്ന്, ക്രിസ്തുവിൻ്റെ മുദ്രയാണ് നെറ്റിയിൽ പതിപ്പിക്കുന്നത്. ആ വ്യക്തി ക്രിസ്തുവിൻ്റെ സ്വന്തമാകുന്നു. രണ്ടാമതായി പരിശുദ്ധാത്മാവിൻ്റെ ലേപനമാണ്. ഈ അഭിഷേകം വഴി ഈ വ്യക്തി രാജകീയവും പ്രവാചകപരവും പൗരോഹിത്യപരവുമായ ദൗത്യത്തിൽ പങ്കുചേരുന്നു. മൂന്നാമതായി ഇത് സംരക്ഷണത്തിൻ്റെ അടയാളമാണ്. എ സൈൻ ഓഫ് പ്രൊട്ടക്ഷൻ. നെറ്റിയിലെ കുരിശടയാളം തിന്മയുടെ ശക്തികളിൽ നിന്നുള്ള കവചമായി കരുതപ്പെടുന്നു. സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയായി മാറിയ വ്യക്തിയെ ദൈവം തൻ്റെ സംരക്ഷണയിൽ സൂക്ഷിക്കുന്നു എന്നതിൻ്റെ പ്രതീകമാണ്. അടുത്തതായി ഒരു ബോധോദയവും പ്രകാശീകരണവും സംഭവിക്കുകയാണ്. ബുദ്ധിയുടെയും ചിന്തയുടെയും കേന്ദ്രമായ നെറ്റിയിൽ കുരിശു വരയ്ക്കുന്നത് വഴി ആ വ്യക്തിയുടെ മനസ്സ് ക്രിസ്തുവിൻ്റെ പ്രകാശത്താൽ പ്രകാശിതമാകണമെന്നും ദൈവഹിതമനുസരിച്ച് ചിന്തിക്കണമെന്നും ഇത് സൂചിപ്പിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയിൽ നാം കാണുന്നു, പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ നിത്യജീവനിലേക്ക് ഈ വ്യക്തി മുദ്രയിടപ്പെടുന്നു. ഈ മുദ്ര ഒരിക്കലും മാഞ്ഞു പോകാത്ത ഒന്നാണെന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് മാമോദീസ ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നൽകുന്നത്. മായ്ക്കപ്പെടാത്ത മുദ്ര, ഇൻഡെലിബിൾ മാർക്ക് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. എന്താണ് അതിൻ്റെ ദൈവശാസ്ത്രപരമായ അർത്ഥങ്ങൾ? ഒന്ന്, ഈ മുദ്രയാൽ ആ വ്യക്തി ദൈവത്തിൻ്റെ സ്വന്തമായി തീരുകയാണ്. അത് സ്ഥിരമായ ഒരു അടയാളമാണ്. അത് മായ്ക്കുവാൻ കഴിയാത്ത ഒരു മുദ്ര, ഒരു സ്ഥാനം ഉറപ്പിക്കുകയാണ്. എന്നേക്കുമായി നാം ദൈവത്തിൻ്റെ സ്വന്തമായിട്ട് മാറുന്നു. അത് ആവർത്തിക്കാൻ പാടില്ലാത്ത അനുഷ്ഠാനമാണ്. കാരണം ഒരിക്കൽ മാത്രം പതിപ്പിക്കപ്പെടുന്ന ഒന്നാണ്. അതിനാൽ തന്നെ ഒരാൾ സഭ വിട്ടുപോയാലോ പാപം ചെയ്താലോ ഈ മുദ്ര മാഞ്ഞു പോകുന്നില്ല. ഈ കാരണത്താൽ മാമോദിസ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ സ്വീകരിക്കുവാൻ പാടുള്ളൂ. ഇത് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രയാണ്. സഭയുടെ പഠനമനുസരിച്ച് പരിശുദ്ധാത്മാവ് നൽകുന്ന ഈ മുദ്ര ആ വ്യക്തിയെ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിലും പ്രവാചകത്വത്തിലും പങ്കുചേരുവാൻ സഹായിക്കുന്നു. ആരാധനാക്രമങ്ങളിൽ പങ്കുചേരുവാനും മറ്റു കൂദാശകൾ സ്വീകരിക്കുവാനുള്ള അവകാശം ഈ മുദ്രയിലൂടെയാണ് ലഭിക്കുന്നത്. ഇത് നിത്യതയിലേക്കുള്ള അടയാളമാണ്. ഈ മുദ്ര ഈ ലോകത്ത് മാത്രമല്ല, മരണശേഷവും ആത്മാവിൽ നിലനിൽക്കുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ടാണ് ഇതിനെ മായ്ക്കപ്പെടാൻ സാധിക്കാത്തത് എന്ന് വിളിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ദാനമായ രക്ഷയിലേക്കുള്ള ഒരു ഗ്യാരണ്ടി അഥവാ വാഗ്ദാനമായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ, പാപം വഴി ഈ മുദ്രയ്ക്ക് ലഭിക്കേണ്ട ഫലങ്ങൾ, രക്ഷ തടസ്സപ്പെട്ടേക്കാം. പക്ഷേ ആത്മാവിൽ പതിഞ്ഞ ഈ ആത്മീയ മുദ്രയെ ഒരു പാപത്തിനും മായ്ക്കുവാൻ കഴിയുകയില്ല. ഈ കൂദാശയുടെ ദൈവശാസ്ത്രത്തിൽ നാം കണ്ടുമുട്ടുന്ന ഒരു സങ്കല്പമാണ് തേജസ്സിൻ്റെ വസ്ത്രം, ഗാർമെൻറ്റ് ഓഫ് ഗ്ലോറി അഥവാ മഹത്വത്തിൻ്റെ വസ്ത്രം. മാമോദീസായിലൂടെ നമുക്ക് ലഭിക്കുന്നത് മഹത്വത്തിൻ്റെ വസ്ത്രമാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? സുറിയാനി ആരാധനയനുസരിച്ച് ആദമും ഹൗവായും ഏദൻ തോട്ടത്തിൽ വെച്ച് പാപം ചെയ്തപ്പോൾ അവർ നഗ്നരായി തീർന്നു. അത് ശാരീരികമായൊരു നഗ്നത ആയിരുന്നില്ല. അതിനപ്പുറം ദൈവം അവർക്ക് നൽകിയിരുന്ന ആത്മീയ പ്രകാശനത്തിൻ്റെ വസ്ത്രം അവർക്ക് നഷ്ടമായി. ആദം നഷ്ടപ്പെടുത്തിയ ആ തേജസ്സിൻ്റെ വസ്ത്രം മനുഷ്യവർഗത്തിന് തിരികെ നൽകുവാനാണ് ക്രിസ്തു വന്നത്. 2, ഈ വസ്ത്രം ക്രിസ്തു ജോർദാനിൽ നിക്ഷേപിച്ചു എന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ജോർദാൻ നദിയിൽ സ്നാനമേറ്റപ്പോൾ താൻ ധരിച്ചിരുന്ന ആത്മീയ തേജസ്സിൻ്റെ ആ വസ്ത്രം വെള്ളത്തിൽ
ക്രിസ്തു നിക്ഷേപിച്ചു എന്ന് പിതാക്കന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. 3, പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ക്രിസ്തുവിനോട് ചേരുവാൻ മാമോദിസ മുങ്ങിയവർ എല്ലാവരും അവനെ ധരിച്ചിരിക്കുന്നു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3 അധ്യായം 27 നാം കാണുന്നുണ്ട്. നഗ്നത എന്നത് മാമോദിസ തൊട്ടിയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പഴയ വസ്ത്രങ്ങൾ നീക്കം ചെയ്യുന്നതും പഴയ ആദാമിനെയും പാപത്തിൻ്റെ അവസ്ഥയെ ഉപേക്ഷിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു. വെള്ളവസ്ത്രം മാമോദിസായ്ക്ക് ശേഷം ഈ കുഞ്ഞിനെ ധരിപ്പിക്കുന്നു. ഇത് തേജസ്സിൻ്റെ വസ്ത്രത്തിൻ്റെ ദൃശ്യമായ അടയാളമാണ്. ഇത് വിശുദ്ധിയെയും പ്രകാശത്തെയും സൂചിപ്പിക്കുന്നു. ഈ വസ്ത്രം ധരിക്കുന്നതിലൂടെ വിശ്വാസി സ്വർഗീയ വിരുന്നിന് അർഹത പ്രാപിക്കുന്നു. ഈ വസ്ത്രം ധരിക്കുന്നത് വഴി നാം രാജകീയ പദവിയിലേക്ക് കടന്നു വരികയാണ്. ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രികളുമാണെന്ന് നമ്മെ ഇത് ഓർമ്മപ്പെടുത്തുന്നു. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ ഒരു രാജകുമാരൻ അല്ലെങ്കിൽ രാജകുമാരി എന്ന പദവിയാണ് ഈ വസ്ത്രം വഴി നമുക്ക് ലഭിക്കുന്നത്. മാമോദിസ സ്വീകരിക്കുന്ന വഴി ആ വ്യക്തിക്ക് ചില സ്ഥാനനാമങ്ങൾ ലഭിക്കുന്നുണ്ട്. ഒന്നാമതായി ദൈവപുത്രൻ അഥവാ ദൈവപുത്രി. രണ്ടാമതായി ക്രിസ്ത്യാനി എന്ന വ്യക്തിത്വവും ടൈറ്റിലും ശീർഷകവും ആ വ്യക്തിക്ക് ലഭിക്കുന്നു. മൂന്നാമതായി വെളിച്ചത്തിൻ്റെ മക്കൾ എന്ന സംജ്ഞ ലഭിക്കുകയാണ്. നാലാമതായി ക്രിസ്തുവിൻ്റെ ആട്ടിൻകൂട്ടത്തിലെ ആട്ടിൻകുട്ടിയായിട്ട് ആ വ്യക്തി മാറ്റപ്പെടുന്നു. അഞ്ചാമതായി സ്വർഗത്തിൻ്റെ അവകാശിയാവുന്നു. ആറാമതായി ആത്മീയ പോരാളിയാവുന്നു. ഏഴാമതായി ആരാധകൻ എന്ന അവസ്ഥയിലേക്ക് കടന്നു വരുന്നു. ആരാധകൻ എന്നതാണ് ഒരു ക്രിസ്ത്യാനിക്ക് ആരാധന നൽകുന്ന ഏറ്റവും മനോഹരമായ ശീർഷകം എന്ന് പറയുന്നത്. ഈ കൂദാശയിൽ പാപമോചനം എന്ന ചിന്ത വളരെ ശക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ പല ചിന്തകൾ ഈ കൂദാശയിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. ജന്മപാപത്തിൽ നിന്നും ഉള്ള ഒരു കഴുകിക്കളയൽ സംഭവിക്കുന്നുണ്ട്. ഒരു ആത്മീയ സ്നാനം ഇവിടെ ലഭിക്കുമ്പോൾ ആത്മാവിൻ്റെ ശുദ്ധീകരണം ഇവിടെ ലഭിക്കുന്നു. അതുകൊണ്ടാണ് മാമോദിസ തൊട്ടിയെ ആത്മാക്കളുടെ ശുദ്ധീകരണ സ്ഥലമെന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ശിക്ഷാവിധിയിൽ നിന്നുള്ള മോചനം ഈ കൂദാശ വഴി ലഭിക്കുന്നു. പ്രത്യേകിച്ച് മുദ്രയിടൽ കർമ്മത്തിലൂടെ മാമോദിസായിലെ വെള്ളവും തൈലവും അതുപോലെ തന്നെ വെള്ളത്തിൽ മുങ്ങുന്നതും അതിൽ നിന്ന് ഉയർന്നു വരുന്നതും ഒക്കെ ഈ പാപകരമായ അവസ്ഥയിൽ നിന്നും വിമുക്തി പ്രാപിച്ച് നീതീകരണത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനെയാണ് പ്രത്യേകമായി സൂചിപ്പിക്കുന്നത്. നമ്മുടെ പാരമ്പര്യത്തിൽ യേശുവിൻ്റെ ജോർദാനിലെ സ്നാനം ക്രൈസ്തവ മാമോദിസായുടെ അടിസ്ഥാന മാതൃകയാണ് അഥവാ പ്രോട്ടോടൈപ്പ് ആണ്. എന്തുകൊണ്ടാണ് ഇതിനെ അടിസ്ഥാന മാതൃക എന്ന് വിളിക്കുന്നത്? ഒന്നാമതായി ജോർദാൻ നദിയിൽ ക്രിസ്തു മാമോദിസ സ്വീകരിച്ചതുവഴി വെള്ളത്തിൻ്റെ ഒരു വിശുദ്ധീകരണം അവിടെ സംഭവിക്കുകയാണ്. ലോകത്തിലുള്ള എല്ലാ ജലാശയങ്ങളെയും മാമോദിസായ്ക്ക് വേണ്ടി ക്രിസ്തു വിശുദ്ധീകരിച്ചു എന്നാണ് പിതാക്കന്മാർ അവതരിപ്പിക്കുന്നത്. രണ്ടാമതായി അവിടെ തൃത്വത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലുണ്ട്. ക്രൈസ്തവ മാമോദിസായിലും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് സംഭവിക്കുന്നത്. ക്രൈസ്തവ മാമോദിസായിലും ഈ തൃത്വത്തിൻ്റെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു തൃത്വ അനുഭവം അവിടെ ആവർത്തിക്കപ്പെടുകയാണ്. മൂന്നാമതായിട്ട് ഇവിടെയും മാമോദിസായിലും സ്വർഗം തുറക്കപ്പെടുന്നുണ്ട്. ആദാം പാപം ചെയ്തപ്പോൾ അടഞ്ഞുപോയ സ്വർഗവാതിൽ മാമോദിസായിലൂടെ ഓരോ വിശ്വാസിക്കും വേണ്ടി വീണ്ടും തുറക്കപ്പെടുകയാണ്. ഇവിടെയും തേജസ്സിൻ്റെ വസ്ത്രം ലഭിക്കുകയാണ്. വിശുദ്ധ അപ്രേമിൻ്റെ പഠനമനുസരിച്ച് യേശു ജോർദാനിലെ വെള്ളത്തിൽ തൻ്റെ തേജസ്സിൻ്റെ വസ്ത്രം നിക്ഷേപിക്കുകയാണ്. മാമോദിസ മുങ്ങുന്ന ഓരോ വ്യക്തിയും യേശു വെള്ളത്തിൽ നിക്ഷേപിച്ച ആ പ്രകാശത്തിൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് പുറത്തു വരുന്നത്. ഇനിയും എന്തുകൊണ്ടാണ് മാമോദിസായിൽ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് പ്രതീകാത്മകമായി പുരോഹിതൻ ഊതുന്നത്? രണ്ട് രീതിയിലുള്ള ഊതൽ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് വെള്ളത്തിന്മേൽ ഊതുന്നു, രണ്ട് കുഞ്ഞിൻ്റെ മുഖത്ത് ഊതുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നാമതായി ഇതൊരു ജീവശ്വാസം നൽകൽ പ്രക്രിയയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദാമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ശേഷം അവൻ്റെ നാസ്വാദി ഗന്ധങ്ങളിലേക്ക് ജീവശ്വാസം ഊതി എന്ന് അവനൊരു മനുഷ്യനായി തീർന്നുവെന്നും 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്.
അപ്പോൾ പാപം വഴി ആത്മീയമായി മരിച്ച അവസ്ഥയിലുള്ള മനുഷ്യന് മാമോദീസായിലൂടെ ദൈവം വീണ്ടും തൻ്റെ ശ്വാസം പരിശുദ്ധാത്മാവിനെ നൽകി അവനെ ആത്മീയമായി പുനർജീവിപ്പിക്കുന്നു. അങ്ങനെയാണ് പുതിയ സൃഷ്ടിയായി മാമോദീസായിലൂടെ ഒരു വ്യക്തി മാറുന്നത്. രണ്ടാമതായി പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം. യേശു തമ്പുരാൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാരുടെ മേൽ ഊതിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവീൻ എന്ന് കൽപ്പിക്കുന്നുണ്ട്. മാമോദീസായിൽ പുരോഹിതൻ ഊതുന്നത് ക്രിസ്തുവിൻ്റെ ആ പ്രവൃത്തിയെ അനുസ്മരിക്കുന്നു. മൂന്നാമതായി തിന്മയുടെ ശക്തികളെ പുറത്താക്കൽ. സുറിയാനി ആരാധനയിൽ ഈ ഊതുന്ന പ്രക്രിയയ്ക്ക് ഒരു ശുദ്ധീകരണ സ്വഭാവമുണ്ട്. ഈ കുഞ്ഞിനെ അല്ലെങ്കിൽ ഈ വ്യക്തിയെ അശുദ്ധമായ ശക്തികളിൽ നിന്നും പാപത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും ഈ പരിശുദ്ധാത്മാവിൻ്റെ ശ്വാസത്താൽ പുറന്തള്ളുന്നു. ഇനിയും മാമോദീസ തൊട്ടിയെ ആത്മീയ ഗർഭപാത്രമായി എന്തുകൊണ്ടാണ് വിളിക്കുന്നത്? പ്രത്യേകിച്ച് വിശുദ്ധ അപ്രേമിൻ്റെ പഠനങ്ങളിൽ ഇത് അതിമനോഹരമായി വിവരിക്കുന്നുണ്ട്. ഒന്നാമതായി അവിടെ ഒരു രണ്ടാം ജനനം സംഭവിക്കുന്നു. യേശു നിക്കോദേമോസിനോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് ശാരീരികമായി ജനിച്ചു, എന്നാൽ മാമോദിസ തൊട്ടിയാവുന്ന ആത്മീയ ഗർഭപാത്രത്തിൽ നിന്ന് ആത്മീയമായി വീണ്ടും ജനിക്കുന്നു. ഇത് ഒരു കല്ലറയും ഗർഭപാത്രവുമാണ്. വെള്ളത്തിൽ മുങ്ങുമ്പോൾ പാപിയായ പഴയ മനുഷ്യൻ മരിച്ച് അടക്കപ്പെടുന്നു. വെള്ളത്തിൽ നിന്ന് ഉയരുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ പുതുക്കപ്പെട്ട ഒരു പുതിയ ശിശുവായി വിശ്വാസി ജനിക്കുന്നു. മൂന്നാമത്, സഭ ഒരു മാതാവാണ്. സഭയെ ഒരു മാതാവായിട്ടാണ് പിതാക്കന്മാർ അവതരിപ്പിക്കുന്നത്. ഒരമ്മ തൻ്റെ ഗർഭപാത്രത്തിലൂടെ കുഞ്ഞിന് ജന്മം നൽകുന്നത് പോലെ സഭയാകുന്ന മാതാവ് മാമോദിസ തൊട്ടിയാകുന്ന തൻ്റെ ഗർഭപാത്രത്തിലൂടെ ദൈവമക്കളെ പ്രസവിക്കുന്നു. മാമോദിസ മുങ്ങിയ ഓരോ വ്യക്തിയും സഭയുടെ മകനാണ് അഥവാ മകളാണ്. ഇനി മാമോദിസ തൊട്ടിയും ജോർദാൻ നദിയും തമ്മിലുള്ള ബന്ധം. മാമോദിസ സമയത്ത് വെള്ളം വാഴ്ത്തുമ്പോൾ ആ തൊട്ടിയിലെ വെള്ളം പ്രതീകാത്മകമായി യേശു സ്നാനം സ്വീകരിച്ച ജോർദാൻ നദിയായിട്ട് മാറുന്നു. യേശു സ്നാനം സ്വീകരിച്ചപ്പോൾ ആ വെള്ളത്തെ വിശുദ്ധീകരിച്ചു. ഇപ്പോൾ ആ വിശുദ്ധി ഉള്ള വെള്ളം നമ്മെ ആത്മീയമായി ജനിപ്പിക്കുന്നു. മാമോദീസയുടെ അവസരത്തിൽ അത് സ്വീകരിക്കുന്ന വ്യക്തിക്ക് പുതിയ ഒരു പേര് ലഭിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ അർത്ഥം? പുതിയ പേര് ഒരു പുതിയ ജീവിത ദൗത്യമാണ് വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്നത്. രണ്ട്, ആ സ്വീകരിക്കുന്നത് വിശുദ്ധന്മാരുടെ പേരുകളാണ്. അപ്പോൾ അവരുമായിട്ടുള്ളൊരു ബന്ധത്തിന് ഈ പുതിയ പേര് സ്വീകരണം കാരണമാവുന്നു. മൂന്ന്, അതുവഴി ദൈവത്തിൻ്റെ പുസ്തകത്തിൽ അഥവാ ജീവൻ്റെ പുസ്തകത്തിൽ അവരുടെ പേര് രേഖപ്പെടുത്തുകയാണ്. ഇനിയും എന്തിനാണ് മാമോദിസയുടെ അവസരത്തിൽ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും തിരിഞ്ഞുള്ള ചില ശുശ്രൂഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്? അത് ആത്മീയമായ ഒരു യുദ്ധപ്രഖ്യാപനവും ഒരു ഉടമ്പടി പുതുക്കലുമാണ്. പടിഞ്ഞാറോട്ട് തിരിയുമ്പോൾ പിശാചിനെ ഉപേക്ഷിക്കുന്നു. ഈ പടിഞ്ഞാറെന്ന ദിശ സൂര്യൻ അസ്തമിക്കുന്ന ദിശയാണ്. അത് ഇരുട്ടിനെയും മരണത്തെയും തിന്മയും സൂചിപ്പിക്കുന്നു. പാപത്തിൻ്റെ അന്ധകാരത്തിലേക്ക് പോകുന്ന വഴിയായി ഇതിനെ കാണുന്നു. അവിടെ പിശാചെ, നിന്നെയും നിന്റെ സകല സൈന്യങ്ങളെയും ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് ഏറ്റുപറയുന്നു. അപ്പോൾ തിന്മയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വേർപെടുത്തുന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തുവിനെ സ്വീകരിക്കുകയാണ്. കിഴക്കെന്ന് പറയുന്നത് സൂര്യൻ ഉദിക്കുന്ന ദിശയാണ്. ബൈബിൾ പ്രകാരം ക്രിസ്തു നീതിയുടെ സൂര്യനാണ്. കിഴക്ക് പർദീസായുടെയും പ്രകാശത്തിൻ്റെയും ദിശയാണ്. ക്രിസ്തുവിനെയും അവൻ്റെ സകല സത്യങ്ങളെയും സകല കൽപ്പനകളെയും ഇവിടെ വിശ്വസിച്ച് ഏറ്റുപറയുകയാണ്. അതിനെ തുടർന്നാണ് വിശ്വാസ പ്രമാണം നാം ചൊല്ലുന്നത്. അപ്പോൾ പിശാചിനെ ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ അതൊരു വിശ്വാസ പ്രഖ്യാപനമായിട്ട് അവിടെ അനുഷ്ഠിക്കുകയാണ്. ഈ ആരാധനയിൽ എന്താണ് തലതൊട്ടപ്പൻ അഥവാ തലതൊട്ടമ്മയുടെ പങ്ക്? ഒന്ന്, കുഞ്ഞിനു വേണ്ടി ആ വ്യക്തി വിശ്വാസം ഏറ്റുപറയുകയാണ്. രണ്ട്, ഒരാത്മീയ രക്ഷകർത്താവായിട്ട് ആ വ്യക്തി മാറുകയാണ്. മൂന്ന്, ആ വ്യക്തി സഭയുടെ പ്രതിനിധിയാണ്. അപ്പോൾ അദ്ദേഹത്തിനുള്ള ആ വ്യക്തിക്കുള്ള യോഗ്യത സഭാ പാരമ്പര്യമനുസരിച്ച് ആ വ്യക്തി വിശ്വാസിയായിരിക്കണം, വിശ്വാസത്തിൽ അറിവുള്ള വ്യക്തിയായിരിക്കണം. അതുപോലെ തന്നെ ലിംഗഭേദം സാധാരണയായിട്ട് ആൺകുട്ടിക്ക് പുരുഷനും പെൺകുട്ടിക്ക് സ്ത്രീയും എന്ന രീതിയിൽ
ആകണം. ഒരു ആത്മീയ ബന്ധം, പവിത്രമായ ഒരു ബന്ധം ഈ തലതൊട്ടപ്പനോ അല്ലെങ്കിൽ തലതൊട്ട അമ്മയോ അതുപോലെ തന്നെ മാമോദിസ സ്വീകരിക്കുന്ന വ്യക്തിയും തമ്മിൽ ഉണ്ട് എന്നുള്ളത് ഇവിടെ എടുത്തു പറയുന്ന ഒരു പ്രത്യേകതയാണ്. ഇനിയും ഈ മാമോദിസ ക്രമത്തിൽ വെള്ളത്തിൽ മുക്കുന്നതിന് മുമ്പ് കുഞ്ഞിനെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ആ എണ്ണയുടെ പേര് ആനന്ദത്തിൻ്റെ തൈലം എന്നാണ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഈ എണ്ണ കൊണ്ട് റുഷ്മ ചെയ്യുന്നത് വഴി ഒരു ആത്മീയ യുദ്ധത്തിന് ഈ കുഞ്ഞിനെ അല്ലെങ്കിൽ വ്യക്തിയെ ഒരുക്കുകയാണ്. അതുപോലെ തന്നെ പാപത്തിന്മേലുള്ള വിജയം നൽകുകയാണ്. മാമോദിസായ്ക്ക് മുൻപുള്ള ഈ എണ്ണ തേക്കൽ വഴി ഒരു വ്യക്തി തൻ്റെ കാട്ടൊലിവ് സ്വഭാവം, അതായത് പാപാവസ്ഥ വെടിഞ്ഞ് ക്രിസ്തുവാകുന്ന നല്ല ഒലിവ് മരത്തിലേക്ക് ഒട്ടിക്കപ്പെടാൻ തയ്യാറെടുക്കുന്നു. മാമോദിസ ക്രമത്തിൽ ചൂടുവെള്ളവും പച്ചവെള്ളവും ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ദൈവശാസ്ത്രപരമായ വ്യാഖ്യാനങ്ങൾ? പല പിതാക്കന്മാരും വ്യത്യസ്തതയാർന്ന വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട്. ജോർദാൻ നദിയിലെ വെള്ളത്തോട് സാദൃശ്യപ്പെടുത്തിയുള്ള അവതരണം കാണപ്പെടുന്നുണ്ട്. യേശുവിൻ്റെ പാർശ്വത്തിൽ നിന്നൊഴുകിയ രക്തവും വെള്ളവും സൂചിപ്പിക്കുന്നതായി ചില പിതാക്കന്മാർ അവതരിപ്പിക്കുന്നുണ്ട്. ചൂടുവെള്ളം അത് ക്രിസ്തുവിൻ്റെ ജീവനുള്ള രക്തത്തെ സൂചിപ്പിക്കുന്നു. കാരണം ചൂട് ജീവൻ്റെ അടയാളമാണ്. തണുത്ത വെള്ളം ശുദ്ധീകരണത്തിനായുള്ള വെള്ളത്തെ സൂചിപ്പിക്കുന്നു. ഈ രണ്ട് വെള്ളവും കലർത്തുന്നതിലൂടെ മാമോദിസ എന്നത് ക്രിസ്തുവിൻ്റെ മരണത്തോടും അവൻ്റെ ജീവൻ നൽകുന്ന ബലിയോടും ചേർന്ന് നിൽക്കുന്ന ഒന്നാണെന്ന് സഭ പ്രഖ്യാപിക്കുന്നു. അതുപോലെ തന്നെ ദൈവികതയും മനുഷ്യത്വവും തമ്മിലുള്ള ഒരു ബന്ധത്തെ സൂചിപ്പിക്കുവാനും ഈ രണ്ട് പ്രതീകങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ചൂടുവെള്ളം ക്രിസ്തുവിൻ്റെ ദൈവികതയെ സൂചിപ്പിക്കുന്നു. തണുത്ത വെള്ളം അത് ക്രിസ്തുവിൻ്റെ മനുഷ്യ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. ഇവ രണ്ടും കലർത്തുന്നത് ക്രിസ്തുവിൻ ദൈവത്വവും മനുഷ്യത്വവും വേർപിരിക്കാനാവാത്തവണ്ണം ഒന്നായിരിക്കുന്നു എന്ന വിശ്വാസ സത്യത്തെ ഉയർത്തിപ്പിടിക്കുന്നു. അതുപോലെ തന്നെ ഇത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തോടും പിതാക്കന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. ചൂടുവെള്ളം പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയെയും തണുത്ത വെള്ളം കഴുകി വെളുപ്പിക്കുന്ന ജലത്താലും അഗ്നിയാലുമുള്ള സ്നാനത്തെ ഇത് സൂചിപ്പിക്കുന്നതായും പല പിതാക്കന്മാരും വ്യാഖ്യാനം നൽകുന്നുണ്ട്. ഇനി മാമോദിസ തൊട്ടിക്ക് മുകളിൽ കുരിശ് പ്രതിഷ്ഠിക്കുന്നതും ശോശപ്പ കൊണ്ട് ആഘോഷിക്കുന്നതും ഈ ആരാധനാക്രമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആഴമേറിയ രഹസ്യങ്ങൾ അത് അർത്ഥമാക്കുന്നുണ്ട്. ഒന്ന്, എന്തിനു വേണ്ടിയാണ് കുരിശ് വെക്കുന്നത്? കുരിശ് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നു. ജോർദാൻ നദിയിലെ ആ സ്നാനത്തെ ഇവിടെ പ്രത്യേകമായിട്ട് അവതരിപ്പിക്കുന്നു. അതുപോലെ തന്നെ കുരിശ് വിശുദ്ധീകരണത്തിൻ്റെ അടയാളമാണ്. ഈ വെള്ളം വാഴ്ത്തപ്പെടുകയാണ്. അതുപോലെ തന്നെ കുരിശ് വിജയത്തിൻ്റെ അടയാളമാണ്. മരണത്തെയും പാപത്തെയും ജയിച്ച ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഈ കുരിശ് വെക്കുന്നത് വഴി അവിടെ വ്യക്തമാക്കുകയാണ്. ഇനിയും ഇത് ശോശപ്പ കൊണ്ട് മൂടുകയാണ്. പരിശുദ്ധ കുർബാനയിൽ വിശുദ്ധ രഹസ്യങ്ങൾ ശോശപ്പ കൊണ്ട് മൂടുന്നത് പോലെ തന്നെ ഇവിടെയും ഈ മാമോദിസ തൊട്ടി കുരിശിൻ്റെ മുകളിൽ ശോശപ്പ കൊണ്ട് മൂടുകയാണ്. ഈ കുദാശയുടെ രഹസ്യ സ്വഭാവത്തെ ഇത് സൂചിപ്പിക്കുന്നു. സ്വർഗീയ ശക്തികൾ ഈ വെള്ളത്തിന്മേൽ ഇറങ്ങി വരുന്നത് മനുഷ്യ നേത്രങ്ങൾക്ക് ഗോചരമല്ല എന്നതിൻ്റെ അടയാളമാണിത്. അതുപോലെ തന്നെ ഖബറടക്കം, മാമോദിസ തൊട്ടിയെ കല്ലറയായി സഭ കാണുന്നു എന്ന് നാം കണ്ടു. ക്രിസ്തുവിൻ്റെ കല്ലറയിൽ അടക്കിയപ്പോൾ ശീലകൾ കൊണ്ട് മൂടിയതുപോലെ മാമോദിസ തൊട്ടിയെ ശോശപ്പ കൊണ്ട് മൂടുന്നതും ക്രിസ്തുവിൻ്റെ ഖബറടക്കത്തെയും അതിനോടൊപ്പം മാമോദിസ മുങ്ങുന്നവൻ പാപത്തിൽ മരിക്കുന്നതിനെയും സൂചിപ്പിക്കുന്നു. പിന്നീട് ശോശപ്പ നീക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അത് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെ, പ്രത്യേകിച്ച് കല്ലറ തുറക്കപ്പെടുന്നതിനെയും പ്രത്യേകമായിട്ട് ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഈ ശോശപ്പ കുർബാനയിൽ എന്ന പോലെ തന്നെ മാമോദിസ തൊട്ടിക്ക് മുകളിൽ ചലിപ്പിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അതിന് പല ദൈവശാസ്ത്ര കാരണങ്ങളും അർത്ഥങ്ങളും പിതാക്കന്മാർ നൽകുന്നുണ്ട്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ചിറകടിയായിട്ട് സൂചിപ്പിക്കുന്നു. കാരണം സൃഷ്ടിയുടെ ആരംഭത്തിൽ നാം കാണുന്നു ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പറന്നുകൊണ്ടിരുന്നു. അതിനെ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ സ്വർഗീയ ശക്തികളുടെ ഒരു വിറയൽ, അതായത് സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടുമ്പോൾ സ്വർഗീയ സൈന്യങ്ങൾ ഭയഭക്തിയോട് വിറയ്ക്കുന്നു എന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നു. അതിനെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി മാലാഖമാരുടെ ചിറകുകളോടും ഇതിനെ പിതാക്കന്മാർ ഉപമിക്കുന്നുണ്ട്. മാമോദിസ തൊട്ടി കേവലം ഒരു പാത്രമല്ല, മറിച്ച് ദൈവത്തിൻ്റെ സിംഹാസനമായും
അതിന് ചുറ്റും നിൽക്കുന്ന മാലാഖമാരുടെ പ്രവർത്തനമായിട്ടും ഇതിനെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലായും ഈ കർമ്മത്തെ പിതാക്കന്മാർ നിർവചിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആരാധനാക്രമത്തിൽ എപ്പിക്ലേസിസ് റൂഹാക്ഷണ പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കുന്നു. വിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞും ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളായി മാറാൻ പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കുന്നത് പോലെ മാമോദീസായിലെ വെള്ളം വിശുദ്ധീകരിക്കപ്പെടുവാനും ഈ ഘട്ടം ആവശ്യമാണ്. വെള്ളത്തിൻ്റെ രൂപാന്തരീകരണം സംഭവിക്കുവാൻ ഈ റൂഹാക്ഷണ പ്രാർത്ഥന അത്യന്താപേക്ഷിതമായി അവിടെ നിലകൊള്ളുന്നു. ജോർദാൻ അനുഭവത്തിൻ്റെ ഒരു പുനരാവിഷ്കരണമാണല്ലോ മാമോദീസ എന്ന് പറയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കടന്നുവരവ് അവിടെ അത്യന്താപേക്ഷിതമാണ്. വിശുദ്ധ കുർബാനയിൽ എന്നതുപോലെ മാമോദീസായിലും ഈ സമയത്ത് ഏലിയ പ്രവാചകന്റെ പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. കർത്താവേ, എന്നോട് ഉത്തരമരുളണമേ എന്നുള്ള പ്രാർത്ഥന. കാർമേൽ മലയിൽ അഗ്നി ഇറങ്ങി ബലിപീഠത്തെ ശുദ്ധീകരിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അതേ പശ്ചാത്തലം ഇവിടെയും പിതാക്കന്മാർ പ്രത്യേകമായിട്ട് അവതരിപ്പിക്കുകയാണ്. മാമോദീസായിലേക്ക് ഇറങ്ങി വരുന്ന ആത്മീയ അഗ്നിയെ ഇത് പ്രത്യേകമായിട്ട് അവതരിപ്പിക്കുന്നു. ഇനിയും ഈ മാമോദീസ ക്രമത്തിൽ വിശുദ്ധ മൂറോൻ പാത്രം വെള്ളത്തിന്മേൽ 3 പ്രാവശ്യം കുരിശു രൂപത്തിൽ ഉയർത്തിപ്പിടിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഈ ശുശ്രൂഷയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. അതിനെ പല വ്യാഖ്യാനങ്ങൾ പിതാക്കന്മാർ നൽകുന്നുണ്ട്. തൃത്വത്തിൻ്റെ സാക്ഷ്യമായും ദൈവിക മുദ്ര പതിപ്പിക്കുന്ന ചടങ്ങായും സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ സുറിയാനി ആരാധനയിൽ മാമോദീസ വെള്ളത്തെ കന്യകയായും മൂറോനെ മണവാളനായിട്ടും ചിത്രീകരിക്കുന്നുണ്ട്. അപ്പോൾ മൂറോൻ പാത്രം വെള്ളത്തിന്മീതെ ആഘോഷിക്കുന്നത് മണവാളനായ ക്രിസ്തു മണവാട്ടിയായ സഭയിലേക്ക് അഥവാ ഈ വെള്ളത്തിലേക്ക് പ്രവേശിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. ഈ സംഗമത്തിലൂടെയാണ് വിശുദ്ധിയുള്ള മക്കൾ ജന്മമെടുക്കുന്നതെന്ന് പിതാക്കന്മാർ അവതരിപ്പിക്കുന്നു. ഇവിടെ ജോർദാനിൽ എന്നപോലെ തന്നെ സ്വർഗം തുറക്കപ്പെടുകയാണ്. മറ്റു കൂദാശകളിലും പ്രാർത്ഥനകളിലും എന്ന പോലെ തന്നെ പുരോഹിതൻ രഹസ്യ പ്രാർത്ഥനകൾ നടത്തുമ്പോൾ വിശ്വാസികൾ കുറിയേലായിസോൻ എന്ന് ആവർത്തിച്ച് ചൊല്ലുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ അർത്ഥം സഭയുടെ ഒത്തൊരുമിച്ചുള്ള ഒരു അപേക്ഷയായിട്ട് അത് നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആ സമയത്തിൻ്റെ പ്രത്യേകമായ ഓവ് ആൻഡ് ഹ്യൂമിലിറ്റി, ഭയഭക്തിയും വിനയവും പ്രത്യേകമായിട്ട് അവതരിപ്പിക്കുവാൻ ഈ പ്രാർത്ഥന ഉപയോഗിക്കുന്നു. ഇത് മാലാഖമാരുടെ സ്തുതിപ്പും മനുഷ്യൻ്റെ യാചനയുമായിട്ടും പിതാക്കന്മാർ പ്രത്യേകമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സമയത്ത് കുഞ്ഞിന് ലഭിക്കാൻ പോകുന്ന വലിയ കൃപാവരങ്ങൾ, ആ കൃപാവരത്തിന് ഈ കുഞ്ഞ് അർഹനാകുവാൻ വേണ്ടി പരിശുദ്ധ സഭ ദൈവത്തോട് അനുവാദം ചോദിക്കുന്നതായും വിശ്വാസികൾ കാർമ്മികനെ പ്രാർത്ഥനയിൽ പിന്തുണയ്ക്കുന്നതായിട്ടും ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഈ മാമോദീസായുടെ ക്രമത്തിൽ 4 ഭാഗത്തു നിന്നും ജലം എടുത്തുകൊണ്ടാണ് ഈ കുഞ്ഞിനെ മാമോദീസ നൽകുന്നത്. ഇതിൻ്റെ ആഴമേറിയ ദൈവശാസ്ത്ര സത്യങ്ങൾ പിതാക്കന്മാർ അവതരിപ്പിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ 4 ദിക്കുകളുടെയും വിശുദ്ധീകരണം, അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയപ്പെടുന്ന 4 നദികളെക്കുറിച്ചുള്ള അവതരണം, കുരിശിൻ്റെ അടയാളം, ഇതെല്ലാം ഇവിടെ പ്രതീകാത്മകമായിട്ട് അവതരിപ്പിക്കുകയാണ്.